ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കുഞ്ഞൻ മെഷീനാണ്. ഓൺലൈനായി വരുത്തിയതാണ്. അപ്പോൾ ആള് കുഞ്ഞനാണെങ്കിലും ഇതിൻ്റെ ഉപകാരം വളരെ വലുതാണ്. വീട്ടിൽ സ്ത്രീകൾക്കൊക്കെ അത്യാവശ്യം വേണ്ട ഒരു മെഷീനാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. അതെ, ഒരു തയ്യൽ മെഷീൻ. വീട്ടിൽ കുഞ്ഞുങ്ങളുടെ ഉടുപ്പും മറ്റുമൊക്കെ നമുക്ക് സ്വന്തമായി തന്നെ ചെറുതായൊക്കെ തയ്ച്ചെടുക്കാൻ ഈ മെഷീൻ വീട്ടിലുണ്ടെങ്കിൽ ഉപകാരപ്പെടും. മീഷോയിൽ നിന്നാണ് ഞാൻ ഈ മെഷീൻ വാങ്ങിയിട്ടുള്ളത്. 1206 രൂപയാണ് മീഷോയിൽ വില വരുന്നത്. ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള ഓൺലൈൻ സൈറ്റുകളിലൊക്കെ ഈ മെഷീൻ ലഭ്യമാണ്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ആക്സസറീസ് ഒക്കെ കാണാം. ഒരു നൂല്, എല്ലാ കളർ നൂലും അടങ്ങിയ ഒരു സെറ്റ്, പിന്നെ ഫുട്ട് പെഡല്, പവർ കണക്ടർ, അങ്ങനെ കുറച്ച് ആക്സസറീസും അത് കൂടാതെ 100 രൂപയുടെ ക്യാഷ് ബാക്ക് കൂപ്പണും ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മെഷീൻ ഒന്ന് ഓപ്പൺ ചെയ്ത് അതിൻ്റെ കുറച്ച് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഭാഗം നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയും. അത് ചെറിയൊരു ഡോർ പോലെ ഒരു ഭാഗം കാണാം. അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ അകത്ത് 4 ബാറ്ററി ഉപയോഗിച്ച് നമുക്ക് ഈ മെഷീൻ വർക്ക് ചെയ്യാവുന്നതാണ്. കറണ്ട് ഒന്നും ഇല്ലെങ്കിലും 4 ബാറ്ററി ഉപയോഗിച്ചും നമുക്ക് വർക്ക് ചെയ്യാം. ഏകദേശം എല്ലാ കളർ നൂലും ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതാണ് പവർ കണക്ടർ. അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നതാണ് ഫുട്ട് പെഡൽ. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. പുറകിലായിട്ട് 2 കണക്ടർ കാണാം. അവിടെ ഒന്ന് പവർ കണക്ട് ചെയ്യുക, മറ്റു ഒന്ന് ഫുട്ട് പെഡൽ കണക്ട് ചെയ്യുക. അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് 3 ബട്ടൺ കാണാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ബട്ടണാണ് ചെറിയൊരു ബൾബ്. അതൊന്ന് പ്രസ് ചെയ്താൽ ചെറിയൊരു ബൾബ് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്ത് തെളിഞ്ഞു വരും. നിങ്ങൾക്ക് കാണുന്നുണ്ടാകും ചെറുതായിട്ടൊരു ലൈറ്റ്. അതാണ് ഫസ്റ്റ് ബട്ടണ്. അതിൻ്റെ ഏറ്റവും താഴെ കാണുന്ന ബട്ടണാണ് നമ്മൾ സ്റ്റിച്ചിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടണാണ് ഏറ്റവും താഴെ കാണുന്നത്. സെൻട്രലായിട്ട് നിങ്ങൾക്ക് ഒരു ഓഫ് ഓൺ ബട്ടൺ കാണാൻ സാധിക്കും. അത് എന്തെന്ന് വെച്ചാൽ അത് ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ പവർ കണക്ട് ചെയ്താൽ ഉടനെ മെഷീൻ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ആവുന്നതാണ്. ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ പെഡലിൽ പ്രസ് ചെയ്താൽ മാത്രമേ വർക്ക് ആവുകയുള്ളൂ. ഇത്രയൊക്കെയാണ് മെഷീൻ്റെ ഫങ്ഷൻസ് വരുന്നത്. നമുക്കിതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. എനിക്ക് തയ്യലൊന്നും വശമില്ല, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞൻ മെഷീൻ്റെ